വാസ്തുശാസ്ത്രത്തിൽ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും പ്രപഞ്ചത്തിലെ പ്രത്യേക ഊർജങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഊർജങ്ങളെ ശരിയായ രീതിയിൽ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോഴാണ് അവിടെ ഐശ്വര്യവും ആരോഗ്യവും നിലനിൽക്കുന്നത്. വീടിനെ ഒരു ഊർജ ചക്രമായി കണ്ടാൽ അതിൻ്റെ ഫലങ്ങൾ നിർണയിക്കുന്നത് 8 പ്രധാന ദിശകളാണ്. ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് കോൺ. ഘടകം ജലമാണ്. ഇത് ഏറ്റവും പവിത്രമായ ദിശയാണ്. ഈശാന കോണിൽ നിന്ന് വരുന്ന ഊർജം വീട്ടിൽ അറിവ്, മനഃശാന്തി, ആത്മീയ വളർച്ച എന്നിവ നൽകുന്നു. ഈ ഭാഗം പൂജാമുറിക്കും ധ്യാനത്തിനും ഏറ്റവും അനുയോജ്യമാണ്. കിണറുകളോ ജലസംഭരണികളോ ഇവിടെ സ്ഥാപിക്കാവുന്നതാണ്. ടോയ്ലറ്റ്, കിച്ചൺ, സ്റ്റോർ റൂം എന്നിവ ഇവിടെ തീർത്തും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആഗ്നേയ കോൺ, തെക്ക് കിഴക്ക് കോൺ. അഗ്നിയാണ് ഘടകം. വീട്ടിലെ ഊർജം, ആരോഗ്യം, പണത്തിൻ്റെ പ്രവാഹം എന്നിവ നിയന്ത്രിക്കുന്നത് ഈ കോണാണ്. അഗ്നിയുടെ സ്ഥാനമായതുകൊണ്ട് അടുക്കള ഇവിടെ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, മീറ്റർ റൂം വയ്ക്കാനും ഈ ഭാഗം നല്ലതാണ്. ഇവിടെ കിടപ്പുമുറി വന്നാൽ ചൂടും ടെൻഷനും കാരണം ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കിടപ്പുമുറി ഈ കോണിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നൈരുതി കോൺ, തെക്ക് പടിഞ്ഞാറ് കോൺ. ഘടകം ഭൂമിയാണ്. ഇത് സ്ഥിരതയുടെയും സുരക്ഷയുടെയും ദിശയാണ്. കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ പ്രധാന കിടപ്പുമുറി ഇവിടെ വരണം. മാസ്റ്റർ ബെഡ്റൂം, കാരണം ഇത് വീട്ടിലെ പ്രധാന വ്യക്തിക്ക് സ്ഥിരതയും ശക്തിയും നൽകുന്നു. ഭാരമുള്ള സ്റ്റോർ റൂമുകൾക്കും ലോക്കറുകൾക്കും ഈ ഭാഗം അനുയോജ്യമാണ്. വാസ്തുവിൽ ഈ ഭാഗം വീടിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാൾ ഉയരമുള്ളതും ഭാരമുള്ളതുമായിരിക്കണം. ഈ കോണിൽ വാതിൽ വരുന്നത് സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വായു കോൺ അഥവാ വടക്ക് പടിഞ്ഞാറ് കോൺ. ഘടകം വായുവാണ്. ഇത് ചലനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ചലനാത്മകത ആവശ്യമുള്ള ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വിവാഹം കഴിഞ്ഞ കുട്ടികളുടെ കിടപ്പുമുറി എന്നിവ ഇവിടെ ആകാം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഈ ഭാഗം നല്ലതാണ്. ശ്രദ്ധിക്കുക, ഈ ഭാഗം ഒരിക്കലും മാസ്റ്റർ ബെഡ്റൂമായി ഉപയോഗിക്കരുത്, കാരണം ഇത് അസ്ഥിരത നൽകുന്നു. ബ്രഹ്മസ്ഥാനം അഥവാ വീടിൻ്റെ മധ്യഭാഗം. എല്ലാ ദിശകളുടെയും ഊർജം സംഗമിക്കുന്ന സ്ഥലമാണ് വീടിൻ്റെ മധ്യഭാഗം അഥവാ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അവിടെ നിന്നാണ് ഊർജം എല്ലാ ദിശകളിലേക്കും പ്രവഹിക്കുന്നത്. ബ്രഹ്മസ്ഥാനം എപ്പോഴും തുറന്നതും ഭാരം കുറഞ്ഞതുമായിരിക്കണം. ഇവിടെ ഭാരമുള്ള തൂണുകളോ ഭിത്തികളോ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതോ വാസ്തുദോഷങ്ങൾ ഉണ്ടാക്കുന്നു.